ഇപ്പോൾ BTC 88K നമ്മൾ 93 ബ്രേക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ 88ലേക്ക് തന്നെ വരുന്നു. വീണ്ടും 93ലേക്ക് ട്രൈ ഇടുന്നുണ്ട്. പക്ഷേ അറിയാലോ, നമ്മളൊരു കുറേ നാളത്തെ ഒരു സപ്പോർട്ടാണ് നമ്മളിടയിലുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിയർ മാർക്കറ്റിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ ബിയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ട് ഒരു ഫീച്ചർ നമുക്കൊരു ഇത് കിട്ടണമെങ്കിൽ നമുക്കറിയാം 50 EMA അവിടെ മെയിൻ റെസിസ്റ്റൻസ് ആവാം. പക്ഷെ എന്താണ് പോയിന്റ് എന്ന് പറയുന്നത്, സെല്ലർ വോള്യം കുറഞ്ഞ് വരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളായിട്ട് സെല്ലസ് എക്സോഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഒരു ചെറിയൊരു മൂവ്മെൻറ്റിന് പ്രൊസീഡ് ചെയ്യും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ എത്രത്തോളം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സെല്ലേഴ്സ് എക്സോഷൻ ഉണ്ട്. പക്ഷെ ഞാനിപ്പോഴും നമുക്ക് ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് മുതലേ പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ നവംബറാണ്. ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ കറക്റ്റ്. പക്ഷെ നമുക്കത് യൂസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടില്ല, അതൊരു വേറെ കാര്യമാണ്. അപ്പം BTCനെ സംബന്ധിച്ചിടത്തോളം 15 വീക്ക് EMA വീണ്ടും ഒന്ന് റെസിസ്റ്റൻസ് ആക്കി അവിടെ നിന്ന് റിജക്ഷൻ വരിക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് ഔട്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ചില കോയിൻസുകൾ ഇപ്പോൾ BTC ഡൗണിലാണെങ്കിൽ പോലും ചില കോയിൻസുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ING, ORD ഒക്കെ ബിയർ മാർക്കറ്റ് സമയങ്ങളിലാണ് കൂടുതലായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ 10Xലുള്ള ചില കോയിൻസ് ഉണ്ട്. ഇപ്പോൾ NPC ആയാലും ആൽഗോ ഒക്കെ, അതൊക്കെ സ്റ്റിൽ ആ ഒരു ബുള്ളിഷ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ചില കോയിൻസ് ഇപ്പോൾ ഡോജ്, ലിങ്ക് ഒക്കെ അത് മെയിൻ സപ്പോർട്ടിൽ നിന്ന് ഡൗൺ ആയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയെന്ന് പറഞ്ഞാൽ ബിയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് BTC ഡോമിനൻസ് റിജക്ഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ മെയിൻ ചില ആൾട്ടുകളൊക്കെ ഹൈക്കിലേക്ക് വരാൻ അപ്പോഴും സാധ്യതയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ORD $100 അടിച്ചതും ING ഒരു ഓൾ ടൈം ഹൈ അടിച്ചതും. ING ഒന്നും ഈ ഒരു കാലയളവ് പോലും അത്രയും ലെവലിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ BTC ഒരു ടെൻഡൻസി മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും ആൾട്ടിലേക്ക് ഫോക്കസ്ഡ് ആവില്ല എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല, ഡോമിനൻസ് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സെല്ലേഴ്സ് എക്സോഷൻ ഉണ്ട്. എപ്പോഴും പറയുന്നത് ഫിയറൊക്കെ 10 ആവുക എന്നൊക്കെ പറയുന്നത്, ഇനി അതിൻ്റെ അടിയിലോട്ട് പോകാനില്ല, അത്രയും ലോ ആയി. അപ്പോൾ ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും പ്രൊസീഡ് ബയേഴ്സിനെ പ്രൊസീഡ്. നമ്മൾ പറഞ്ഞാൽ എക്സ്ട്രീം ഫിയർ ഓട്ടോമാറ്റിക്കലി ബയേഴ്സിനെ ഇതുണ്ടാവും. ഇനി BTCനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് റിക്കവറി എന്നൊക്കെ പറയുന്നത് ഈ 102, 103 മുകളിലാണ്. അതൊരു സഡൻ മൂവ്മെൻ്റ് ആയിരിക്കണം. ഈവൻ 93ൻ്റെ മുകളിലേക്കെങ്കിലും എങ്കിൽ പോലും സ്ട്രോങ് റിക്കവറി എന്ന് പറയുന്നത് അബോവ് 100K ആണ്. സെല്ലേഴ്സ് വോള്യം കുറഞ്ഞു വരുന്നുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹെവി സെല്ലിങ് നടക്കുന്നുണ്ട്. അതിനൊരു ബയേഴ്സ്, അതായത് ബുൾസ് ഇപ്പോൾ സെല്ലേഴ്സിനെ അതിൻ്റെ ഒരു എക്സോഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് BTC ഒരു 125 കഴിയുന്ന സമയത്ത് ബുൾസിൻ്റെ ഒരു എക്സോഷനാണ് ഉണ്ടായത്. അപ്പോൾ ബുൾസിൻ്റെ ഒരു പീക്ക് എത്തുന്ന സമയത്ത് ബിയേഴ്സ് അതിൽ ശക്തി പ്രാപിക്കും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പോഴും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉണ്ടാകുന്ന മാർക്കറ്റിലെ എത്ര ബില്യൺസ് ലോങ് ലിക്വിഡേറ്റ് ആകുന്നതിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഷോർട്ടും ലിക്വിഡേറ്റ് ആവേണ്ടതാണ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താ അവസ്ഥ? ബിയർ മാർക്കറ്റ് തുടങ്ങിയോ? ഈ 50 വീക്ക് EMA ഒന്നും കൂടി റെസിസ്റ്റൻസ് കൺഫേം ആയ ബിയർ മാർക്കറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ 88K ഒന്നല്ല. അത് പ്രീവിയസ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന 69 ആ റേഞ്ചിലേക്ക് തന്നെ പോകും, അത് ഉറപ്പാണ്. സപ്പോർട്ട് കാണിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഓൾ ടൈം ഹൈൻ്റെ ഏരിയ ആണത്. പിന്നെന്ന് പറയുന്നത് പല CME ഗ്യാപ്പും ഫില്ല് ചെയ്യപ്പെട്ടു. അന്ന് ഒറ്റയടിക്ക് 103ലേക്കൊക്കെ പോയത് അങ്ങനെയും ഉണ്ട്. സൂഷി നമ്മൾ 10Xലുള്ള കോയിനാണ്. സോള് അത്യാവശ്യം റിട്ടേൺസ് വന്ന് ഇപ്പം അതിൻ്റെ സ്റ്റിൽ അത് കഴിഞ്ഞ ബിയർ മാർക്കറ്റ് ലെവൽ നോക്കുമ്പോൾ എത്രയോ ഹൈയിലാണ്. പക്ഷേ സോളിൻ്റെ മെയിൻ സപ്പോർട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഷോർട്ട് ഓപ്ഷൻസ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതെ, RSI അപ്വേർഡ് ക്രോസ് എന്ന് പറയുന്നുണ്ട്. ഹൈദർ റഫീഖ്, ബൈ ടൈം അല്ലല്ലോ, പ്ലാനിങ് ടു ബൈ, സോ വെയിറ്റ് ആക്കല്ല നല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജരീർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബൈ ടൈം ഓപ്പർച്യൂണിറ്റിയാണ് എക്സ്ട്രീം ഫിയർ. പക്ഷേ BTC ഈ ബിയർ ടെൻഡൻസിയിലേക്ക് പോയോ എന്നുള്ളത് കൺഫർമേഷൻ ആയിട്ടില്ല. അതേ സമയത്ത് ഇപ്പോൾ ഉള്ളത് ബിയർ ടെൻഡൻസിയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഈ സമയത്ത് ബൈ ചെയ്യുന്നതിനെക്കാട്ട് നല്ല ഡൗൺ ആണ്. അത് ഈ മൂവ്മെൻറ്റ് വരുന്ന ദിവസങ്ങളിൽ ഒരു സഡൻ മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ്. പിന്നെ ഞാൻ എപ്പോഴും പണ്ട് മുതലേ പറയുന്നതാണ്, ബൈയിങ് ഏരിയ സമയങ്ങളൊക്കെ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഏകദേശം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഇനി ആവറേജ് സെല് ചെയ്യുക എന്നുള്ള ഇതേ ഉള്ളൂ. BTC അത് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 88 കഴിഞ്ഞാൽ പിന്നെ 83 റേഞ്ച് ഉണ്ട്. പക്ഷേ
88 ഒരു സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് ഉണ്ട്, പക്ഷേ സെല്ലേഴ്സ് എക്സോഷൻ നടക്കുന്നുണ്ട്. ഈ 92-88 ഏരിയ എന്നൊക്കെ പറയുന്നത് പ്രീവിയസ് ഡിമാൻഡ് ഏരിയ ആണ്. അതെ, ഹരി പറഞ്ഞ ഒരു ഏരിയയും കുറച്ച് ഇപ്പോഴുള്ള ഏരിയ ഇല്ലേ, ഈ 92-88 ഏരിയയൊക്കെ പ്രീവിയസ് ഡിമാൻഡ് ഏരിയ ആയിരുന്നു. അതിൻ്റെയും പക്ഷേ ബിലോയിലേക്ക്, പക്ഷെ എന്താ പറ്റില്ല, ഒരു സഡൻ മൂവ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ന്യൂസ് എന്തെങ്കിലും വന്ന് സഡൻ മൂവ്മെൻറ്റ് ഉണ്ടാവുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. ബിയർ മാർക്കറ്റിലേക്ക് പോയ ജരീറെ നമുക്ക് എന്തായാലും ബിലോ പ്രീവിയസ് ഇതിലേക്ക് പോവും, അത് ഉറപ്പാണ്. അത് നമ്മൾ പോവില്ല എന്ന് പറഞ്ഞാലും പോകും തോന്നും. ഏറ്റവും മെയിൻ ഏരിയയിൽ കൺസോൾട്ടേഷനാണ്, അതിൻ്റെ സപ്പോർട്ട് പോലെ ഇരിക്കും. പക്ഷേ ഈ ഡോമിനൻസ്, BTC ഡോമിനൻസ് സ്റ്റിൽ റിജക്റ്റഡ് ആണ്, അത് സ്ട്രോങ് ഒന്നല്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BTC ഒരു 10K കുറഞ്ഞിട്ട് പോലും ആൾട്ടിനെ ഇപ്പോൾ സോളൊക്കെ 153 തന്നെ നിൽക്കുന്നത്, ആൾട്ടൊന്നും അങ്ങനെ ഇതായിട്ടില്ല. അത് ഡോമിനൻസിൻ്റെ ഇതാണ്. ചിലപ്പോൾ ഡോമിനൻസ് BTC ചിലപ്പോൾ 88-92 കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡോമിനൻസ് റിജക്ഷൻ വന്നാലും ഓട്ടോമാറ്റിക് ചിലപ്പോൾ ഒരു ആൾട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവും. ആൾട്ട് സീസൺ ഇല്ലാതെ, അതാണ് ഞാൻ ചോദിക്കുന്നതിലൊരു വിഷയം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലിക്വിഡേഷൻ അല്ലെങ്കിൽ ട്രാപ്പ്, ഫണ്ട് ട്രാപ്പ് ചെയ്യുകയൊക്കെ ഈ ആൾട്ട് സീസണിലാണ്. പുറത്തുനിന്ന് ആൾക്കാർ വരിക, മറ്റേ പുതിയ ന്യൂ കമേഴ്സ് വരിക, ഒരുപാട് ലിക്വിഡേഷൻ, എക്സ്ചേഞ്ച്, കുറേ സ്റ്റക്ക് ആവുക, ഇതൊക്കെ ഉണ്ടാവില്ല ഒരു പെർഫെക്റ്റ് ആൾട്ട് സീസണിലാവും. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഇല്ലാതിരിക്കുന്നതിന് കഴിഞ്ഞ 2024 ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, അന്ന് കുറേ സ്റ്റക്കാക്കിയിട്ടുണ്ട്. പക്ഷെ സഡനായിട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവേണ്ടതാണ്. സഡനായാകുമ്പോൾ ഈവൻ ഇഫ് അതാ ഞാൻ പറഞ്ഞത്. അതിലേക്ക് എന്ന് പറയുന്നത് ഈ BTC ഡോമിനൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു റെസിസ്റ്റൻസ്, അവിടെ ഇങ്ങനെ റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാർട്ട് ഗ്രൂപ്പിലിടാന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് അവിടെ നിന്ന് റിജക്ഷൻ, അതാണ് ചില കോയിൻസ്, ഇപ്പോൾ INJ പോലുള്ള കോയിൻസ് അല്ലെങ്കിൽ ചില കോയിൻസൊക്കെ നല്ല രീതിയിൽ പോയതിൻ്റെ റീസൺ ബിയർ മാർക്കറ്റ് സമയത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ORD ഒക്കെ അങ്ങനെ ആ ഒരു ഏരിയ ഉണ്ടാവേണ്ടതാണ് ആൾട്ടിൻ്റെ ഡോമിനൻസ്. പക്ഷെ അറിയാലോ, ആ ഒരു 10 അതൊരു പ്ലാൻഡ് അറ്റാക്ക് പോലെ എനിക്ക് തോന്നുന്നു. അതായത് കഴിഞ്ഞ മാസം 10-ാം തീയതി ഉണ്ടായിരുന്ന പല കോയിൻസും ബിയർ മാർക്കറ്റ് ലോയിലേക്ക് പോയതും അതിനുശേഷം എന്ന് പറയുന്നത് എൻ്റെയർ മാറി. നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും മാനിപ്പുലേഷൻ അന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ലിങ്ക് $5, പല കോയിൻസും ബിയർ മാർക്കറ്റിനെക്കാട്ടിലോ പല കോയിൻസ് സീറോയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ഡേക്ക് ശേഷം മാർക്കറ്റ് എന്ന് പറയുന്നത് പിന്നീട് ഒന്നൊരു ഉഷാറായിട്ടില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അന്നത്തെ ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടഡ് എല്ലാ പ്രശ്നത്തിൻ്റെയും. BTC ബിയർ മാർക്കറ്റ് ആണെങ്കിൽ അജിൽസി നമുക്ക് കഴിഞ്ഞ ടെൻഡൻസി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 4 ഇയർ സൈക്കിൾ ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് നമ്മൾ പണ്ട് മുതലേ പറയുന്ന ഇത് ബിയർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ, പക്ഷെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഒക്ടോബർ കറക്റ്റ് പ്രീവിയസ് ഓൾ ടൈം ആയ റേഞ്ചിൽ തന്നെ ബിയർ മാർക്കറ്റ് പോവുകയാണെങ്കിൽ 4 ഇയർ സൈക്കിൾ ഇപ്പോഴും കളിക്കുന്നുണ്ട്. കാരണം പണ്ട് മുതലേ 563 ദിവസം നോക്കുമ്പോൾ ഒക്ടോബർ, നവംബറാണ് അല്ലെങ്കിൽ സെപ്റ്റംബറാണ് നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ബിയർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 4 ഇയർ സൈക്കിൾ ഇൻടാക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിലും കഴിഞ്ഞ സൈക്കിളിൽ പ്രീവിയസ് ഓൾ ടൈം ആയ 19 അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഇപ്രാവശ്യം എങ്ങനെയാണ് 69 അടുത്തേക്ക് വരണം. അതാണ് ബാപ്പു പറയുന്നത്. അത് തന്നെ, ഇത്ര ഷോർട്ട് മാർക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സഡൻ ഫ്ലഷ് ഔട്ട് ഉണ്ടാവേണ്ടതാണ്. ഇവിടുന്ന് നേരെ ബിയർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ എക്സ്ചേഞ്ചിന് വലിയ ഗുണങ്ങളൊന്നുമില്ല. അതേസമയത്ത് ഈ ഷോർട്ട് സ്ക്യൂസ് ചെയ്തിനെങ്കിൽ അത് ഹെവിയാണ്. ഇപ്പം ഏകദേശം ലോങ് ഫുള്ളും സ്ക്യൂസ് ചെയ്ത് ഇപ്പം ഇവിടുന്ന് നേരെ ബിയർ മാർക്കറ്റിൽ 69 ഒറ്റയടിക്ക് പോവുകയാണെങ്കിൽ എക്സ്ചേഞ്ചുകൾക്ക് വൻ നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എന്താ, അവർക്ക് ഓൾറെഡി 100K 120K ഈവൻ എൻ്റെ ക്രിപ്റ്റോ സെക്ഷൻ ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നിടത്തുനിന്ന് 100K ഷോർട്ട് വരുമ്പോൾ 70K 75 കയറി കഴിഞ്ഞാൽ എത്ര എമൗണ്ട് എക്സ്ചേഞ്ചിന് ലോസ് ഉണ്ടാവും? ഒരു ബുൾ മാർക്കറ്റിനകത്ത് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് സ്ക്യൂസ്, നോർമൽ പീപ്പിൾ അടക്കം ഷോർട്ടിലേക്ക് പോകുന്ന ഒരു സമയം അവിടുന്ന്, അതായത് ബുൾസ് മെയിൻ ഷോർട്ടിൽ പ്രോഫിറ്റ് എടുത്തതിന് ശേഷം എന്തായാലും വെയിൽസ് ഒരു ഷോർട്ട് സ്ക്യൂസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പൂട്ടിപ്പോകില്ല. അത്രയും ഷോർട്ട് മാർക്കറ്റിലുണ്ട്. എത്ര ലോങ് ലിക്വിഡേറ്റ് ആയി? ഇനി ലിക്വിഡേറ്റ് ആവാനുണ്ടാ ലോങ്? അവിടെയാണ് ചോദ്യം. അപ്പോൾ ഷോർട്ട് ലിക്വിഡേറ്റ് ആക്കാണ്ട് അവർ വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവർ ഷോർട്ട് ലിക്വിഡേറ്റ് ആക്കും.
അതെങ്ങനെയാണ്, എപ്പോഴാണ്? ഇപ്പോൾ ഇവിടെ നേരെ 69 അല്ലെങ്കിൽ 65 പോയിനെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 100, 120 തന്നെ ഷോർട്ട് ഇട്ടവർ. അതേടാ ദയാൽ ജോയ്, നല്ല പനിയുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വരാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുങ്ങുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഞാൻ ലൈവ് വരാമെന്ന് പറയുന്നത്, രാത്രി വരാണ്ടിരിക്കുക എന്ന് പറയുന്നത് ഏത് മനുഷ്യനും വിചാരിക്കില്ല ഇവൻ നൈസായി മുങ്ങിയെന്ന്. അപ്പം അങ്ങനെ വിചാരിക്കണ്ട എന്നുള്ള ഇതിലാണ് ഞാൻ ഇന്ന് എന്തായാലും ലൈവ് കഴിയുന്നില്ലെങ്കിലും വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നേരെ 70K 65 പോവുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു ബിയർ മാർക്കറ്റ് ടെൻഡൻസി അത്രയും ഇതുണ്ടാവും. അത്രയും ആൾക്കാർ പ്രോഫിറ്റബിൾ ആയിരിക്കും. അത് ഈ പറയുന്ന എത്ര ഹൈ ആയാലും ഹെവി ലിക്വിഡേഷൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. ഓക്കെ, അത് ഞാൻ അത് എടുത്തോ. ഓക്കെ, എത്താൻ സോൾ ചെയിൻ ലിങ്കിൻ്റെ നമ്മൾ ഇന്നലെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതൊരു ബേസിക് സപ്പോർട്ട് നിന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. അത് അവിടെ തന്നെ സപ്പോർട്ട് പിടിക്കുന്നില്ലെങ്കിൽ പിന്നെ ചെയിൻ ലിങ്ക് നമ്മൾ കുറച്ചും കൂടി ലോ ഒന്ന് ബൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിലോ 10 അല്ലെങ്കിൽ ഈവൻ 7 റേഞ്ചിലൊക്കെ അത് നോക്കിയാണ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ബുൾ റൺ ഉള്ളൂ എന്ന് വെച്ചാൽ കൺഫേം ചെയ്യണം ബിയർ മാർക്കറ്റ് സ്റ്റാർട്ടായോ അല്ല ഇത് വീണ്ടും ഇതിൻ്റെ ഒരു പ്ലാനിൽ പോകുന്നതാണോ എന്നുള്ളത്. പ്രീവിയസ് ഹിസ്റ്ററി പ്രകാരം ഈ കറക്റ്റ് ഒക്ടോബർ സെപ്റ്റംബർ റേഞ്ചിൽ ശരിക്കും ബുൾ മാർക്കറ്റ് പീക്ക് എത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ 125K ആണോ ബുൾ മാർക്കറ്റ് പീക്ക്, കറക്റ്റ് പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പണ്ട് മുതലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ എക്സാക്റ്റ് 4 ഇയർ ആകുമ്പോൾ തന്നെ ഒരു ടോപ്പ് എത്തിപ്പോയി. പക്ഷെ നമ്മൾ എക്സ്റ്റെൻഡഡ് സൈക്കിളാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ട് നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ മെയിനായിട്ട്. ഹൺസൺ ഡേവിസ് എന്ന് പറയുന്ന ബിയർ മാർക്കറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ടഡ് ടെൻഡൻസികൾ സ്റ്റാർട്ട് ചെയ്തു. ബുൾ മാർക്കറ്റ് ടെൻഡൻസി പോലെ തന്നെ ഒരു ബിയർ ടെൻഡൻസി സ്റ്റാർട്ടായിട്ടുണ്ട്. അത് ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ കൺഫർമേഷൻ സ്റ്റിൽ ഓൺ ആണ്. ബ്രോ, US ജോബ് ഡാറ്റ ഇന്ന് വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ മന്ത് ട്രംപ് പറയുന്ന ഫെഡറൽ റേറ്റ് കുറച്ചധികം അതെ ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾട്ട് ഇപ്പം ബൈ ചെയ്യുന്ന കറൻറ്റ്ലി ഈ പറയുന്ന മെയിനായിട്ട് ഫോക്കസ്ഡ് ആണ്. ഇപ്പം BNB ഒക്കെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് റിട്ടേൺസ് തന്നിരുന്നു ഈ കഴിഞ്ഞ ഓൾ ടൈം ഹൈയിലെത്തിയിരുന്നു. പക്ഷെ എന്നാൽ പോലും കൺഫേം ആൾട്ടിലേക്ക് പോകാനായിട്ടില്ല.